സൂപ്പർ മഴയാണ് ഇവിടെ കേട്ടോ. നമ്മുടെ ചെടി എന്ന് ഞാൻ വന്ന് നോക്കൂട്ടോ, ഇത് ചുമന്ന കളറാകും ഇനി ശരിക്കും വിരിഞ്ഞ് കായായി കഴിയുമ്പോൾ കേട്ടോ. ഇത് കായാണ്, അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ചുമന്ന കളറാകും, മഞ്ചാടിക്കുരു പോലെ. അത് ഞാൻ എല്ലാ ദിവസവും വന്ന് നോക്കും എന്തായി എന്നുള്ളത്. ഇത് നമ്മുടെ ഹോയ പ്ലാന്റ് ആണ്. വരാന്ത മുഴുവനും ഹോയ പ്ലാന്റ് വിരിഞ്ഞേക്കുവാണ്. ചുമപ്പും ഉണ്ട്, ചുവപ്പല്ല റോസും ഉണ്ട്, വൈറ്റും ഉണ്ട്. നമുക്ക് അതിൽ വൈറ്റ് കുറേ അങ്ങ് വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു എന്താ പറയുക, നമുക്കൊരു മത്ത് പിടിപ്പിക്കുന്ന ഒരു ഗന്ധമുണ്ട് കേട്ടോ ഇതിന്. അതായത് ഒരു എന്താ പറയുക, റോസാപ്പൂവിൻ്റെയും ആമ്പൽപ്പൂവിൻ്റെയും എല്ലാം കൂടി ഒരു ഇട കലർന്ന സ്മെല്ലാണ് ഇതിന്. ശരിക്കും മത്ത് പിടിപ്പിക്കുന്ന ഒരു മണമാണ്. ഇതിൽ നടക്കുമ്പോൾ തന്നെ നിറയെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 1 വീക്കായി, ഒത്തിരി നാൾ ഇത് വിരിഞ്ഞ് നിൽക്കത്തില്ല, ഒരാഴ്ച കൂടുതലൊന്നും നിൽക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ചത്തോളമായി വിരിഞ്ഞ് നിൽക്കുന്നു. അടിപൊളിയാണ്. എന്തൊരു രസമാണെന്നോ, ഏത് സമയത്ത് ഇവിടെ വന്ന് നിൽക്കാനും നമുക്ക് ഭയങ്കര രസമാണ്. സന്ധ്യാസമയമാവട്ടെ രാവിലെ ആവട്ടെ ഒക്കെ ഒരു രസമാണ്. വരാന്ത നിറച്ച് ഹോയ പ്ലാന്റ് കയറി ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുവാണ്. ഇത് ഒത്തിരി കാലം നിൽക്കുന്ന ചെടിയാണ്. നമുക്ക് ഇതിൻ്റെ സെയിലുണ്ട് കേട്ടോ. തൈകൾ ഇത്രയും വലിയതല്ല കേട്ടോ, ഇത് പ്ലാന്റ് ആയതാണ്. ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ സെയിലുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടോളൂ കേട്ടോ. അടിപൊളിയാണ്. എവിടെ വേണേലും ഒത്തിരി വെയിൽ വേണ്ട, പിന്നെ ഷെയ്ഡിലൊക്കെ ഇത് വളരും. ഇത് കണ്ടോ, ഇങ്ങോട്ടേക്കൊന്നും അധികം വെയിലടിക്കുന്നില്ല, എന്നാലും കണ്ടോ നിറഞ്ഞ് പൂത്ത് കിടക്കുന്നുണ്ടോ. ഈ മഴക്കാലത്തൊക്കെ പൂവായിട്ട് കിടക്കുന്നുണ്ടോ. അങ്ങനെയാണ്. കടുത്ത വെയിൽ വേണ്ട, ഒരു ഷെയ്ഡിലൊക്കെ നമുക്ക് വളർത്താവുന്നതാണ് നമ്മുടെ ഹോയ പ്ലാന്റ്. അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സന്ധ്യാസമയമായി, നല്ല മഴയാണ്, നല്ല തണുപ്പാണ്, നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ. പക്ഷേ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാൽ നമ്മുടെ വയറ്റിലേക്കൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം, കഴിക്കണം, ഡിന്നർ കഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ ചെടി നനച്ചെന്ന് പറയുമ്പോൾ ഈ വരാന്തയിലുള്ള ചെടികൾ കേട്ടോ. ഇതിലേക്ക് മഴവെള്ളം എത്തത്തില്ലല്ലോ, അപ്പോൾ അതൊക്കെ നനച്ച് ഇവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മളിനി നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ നോക്കണം. അപ്പോൾ ഞാൻ കുറച്ചേരം ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ അങ്ങ് നിന്ന് പോയി. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള നോൺ വെജ് തയ്യാറാക്കാം. ഇതിന് നമ്മുടെ ചിക്കൻ്റെ എല്ലില്ലാത്ത പീസുകൾ ചെറിയ ക്യൂബ്സ് പോലെ ആക്കിയതാണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ ക്യാപ്സിക്കം, റാഡിഷ്, ബ്രൊക്കോളി, സവാള, ക്യാരറ്റ് എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അതൊക്കെ എടുക്കാം കേട്ടോ. അതെല്ലാം നമ്മളിങ്ങനെ ചതുരത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞു. ഒരു വലിയ ഒരു മുളകും എടുത്തു. മുളകെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മുളകില്ലേ, അതും എടുത്തു. പിന്നെ അതിൽ മല്ലിച്ചപ്പ്, അത് എന്ത് വേണേൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. മല്ലിച്ചപ്പും കൂടി ഞാനിട്ട് ബട്ടർ ഉപയോഗിക്കണം. അപ്പോൾ ബട്ടർ ഞാനെപ്പോഴും ഈ ബട്ടർ ട്രെയിൽ ഇങ്ങനെ പീസാക്കി വെക്കും കേട്ടോ. അത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് വേണ്ടത്. അത്രയും മതി. ഇനി നമുക്ക് കുക്ക് ചെയ്യണം. ഇത് ഇച്ചിരി ബട്ടറും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന്, വെളിച്ചെണ്ണ അധികം ഒന്നും ഉപയോഗിക്കേണ്ട കേട്ടോ, ബട്ടറാണെങ്കിൽ അധികം ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെയാണ്. അതിലേക്ക് നമുക്ക് ഈ നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട്, ഭയങ്കരമായിട്ട് വേവൊന്നും വേണ്ട. ഇതൊക്കെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാവുന്ന പോലത്തെ വെജിറ്റബിളാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് എന്താ പറയുക, വാട്ടിയെടുക്കാന്ന് പറയില്ല, ആ ഒരു രീതിയിലേക്ക് മതി. കുറച്ച് വെന്താലും കുഴപ്പമില്ല, ആ ഒരു രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മൂടി വെച്ചാൽ മതി. അങ്ങനെ അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് കറണ്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ മാറ്റി മൊബൈലായി, അത് ക്ലാരിറ്റി ഇല്ലാതെ പോയി, അത് ക്ഷമിക്കാം കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ ക്യൂബ്സ്. അതിലേക്ക് മസാലകളെല്ലാം ഇട്ടു. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുരുമുളക് ചതച്ചത്, ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മല്ലിച്ചപ്പ് ഇട്ട് മൂടി വെക്കുക. കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും. കുറച്ച് വിനാഗിരിയും കൂടി നമുക്ക് അതിൽ ഒഴിക്കാം കേട്ടോ. വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വെന്ത വെജിറ്റബിളും കൂടി അതിലേക്ക് തന്നെ ചേർക്കുക. അത് ബട്ടറിൽ നമ്മൾ വരട്ടിയെടുത്ത ഇതാണ്. ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് വന്നു. അപ്പോൾ നമ്മുടെ ക്യാമറ റെഡിയായി, ക്ലാരിറ്റി വന്നു വീഡിയോയ്ക്ക്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഈ കൊറിയക്കാരൊക്കെ ഉണ്ടാക്കുന്നൊരു വീഡിയോ കണ്ട് ഞാൻ ചെയ്ത് നോക്കി തുടങ്ങിയതാണ്. പിന്നെ അത് എല്ലാത്തിനും യൂസ് ചെയ്യും. ചോറിനും, ഫ്രൈഡ് റൈസിനോ എന്തിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ചപ്പാത്തിക്കോ ഒക്കെ, അപ്പത്തിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അത് പറഞ്ഞാൽ മതിയല്ലോ. അത് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയതുണ്ട്. അതും ഇതും കൂടി അങ്ങ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി. പിന്നെ ഒരു ബ്ലാക്ക് ടീയോ അല്ലെങ്കിൽ ഒരു ലെമൺ ടീയോ അല്ലെങ്കിൽ നമ്മുടെ ഔഷധ കാപ്പിയോ ഏതായാലും ഓക്കെ. ചപ്പാത്തി കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതുകൊണ്ട് ഒന്നുകൂടെ കഴിക്കുന്നതിന് മുമ്പ് ചൂടാക്കിയേക്കാന്ന് ഓർത്ത് ഈ ഒരു തവയുടെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അടിയിൽ ആ തീ തന്നെ കയറിയിട്ടൊന്ന് പെട്ടെന്ന് ചൂടാവും. ഒരു 10 സെക്കൻഡ് വീതം വെച്ചാൽ മതി, അപ്പോഴത്തേക്കും ചൂടായി കിട്ടും. അപ്പം ഞാൻ 2 കഴിക്കാൻ പോവാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെജിറ്റബിളിൻ്റെ ഒരു ചാറ് കറി പോലെ എന്തെങ്കിലും കൂടി തയ്യാറാക്കാം. അത് വളരെ പെട്ടെന്ന്, നമ്മുടെ പരിപ്പാണെങ്കിലും അത് ഈ പുളി പിഴിഞ്ഞിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കും. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതും ചപ്പാത്തിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പം, ഒരു 10 മിനിറ്റ് മതി.
അപ്പോൾ അത് റെഡിയാക്കാം. ഞാൻ എന്തായാലും രണ്ടെണ്ണം ഞാനിപ്പോൾ കഴിക്കുകയാണ്, എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇനി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചാൽ ഇന്നത്തെ ദിവസം അങ്ങ് തീരും. ഇനി നാളെ രാവിലെ ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നാളെ എനിക്ക് നിങ്ങളോട് പറയാൻ കുറച്ച് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആയിട്ട് ഞാൻ നാളെ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് ചേർത്തിട്ട് നാളെ. ഈ തണുപ്പ് കാലത്ത് ഏറ്റവും നല്ല ചപ്പാത്തിയും ചിക്കനും തന്നെയാണ് കേട്ടോ. ചൂട് നിലനിർത്താൻ പറ്റും ശരീരത്തിന്. ഇത് പിറ്റേ ദിവസമായി. അപ്പം ഷോപ്പിങ്ങിന് പോയപ്പോൾ ലാസ്റ്റ് ടൈം കുറച്ച് ചേമ്പ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേമ്പൊക്കെ എവിടെ കിട്ടിയാലും ഞാൻ മേടിക്കും കേട്ടോ. അത് ഒത്തിരി നല്ലതാണ്. ചേമ്പ്, കാച്ചിൽ, ചേന ഒക്കെ ഞാൻ മേടിക്കാറുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചാൽ രാത്രിയാണ് ചേമ്പ് കണ്ടപ്പോൾ കുറച്ച് ചേമ്പ് മേടിച്ചു. ചേമ്പും കാച്ചിലും ചേനയൊക്കെ എവിടെ കണ്ടാലും നമ്മൾ മേടിക്കണം, ഇടയ്ക്കെങ്കിലും കഴിക്കണം. ഒത്തിരി നല്ലതാണ്. കാരണം നമ്മൾ എപ്പോഴും ഈ ചപ്പാത്തിയും അരിൻ്റെ ഭക്ഷണ സാധനങ്ങൾ ചപ്പാത്തിയും കൊണ്ട് മാത്രം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റാമിൻസ് കിട്ടത്തില്ല. അപ്പം അതിൽ ഈ നാടൻ സാധനങ്ങളില്ലേ, ഇങ്ങനത്തെ ചേമ്പ്, ചേന, കാച്ചിൽ, അതൊക്കെ ഒത്തിരി ഒത്തിരി വൈറ്റമിൻസ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ മേടിക്കാറുണ്ട് കേട്ടോ. ചേമ്പ്, കാച്ചിലൊക്കെ ഭയങ്കര ഒത്തിരി റെയറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. വയനാട്ടിൽ കിട്ടും. അങ്ങനെ പിന്നെ ഈ മധുരക്കിഴങ്ങ് എല്ലായിടത്തും കിട്ടുമല്ലോ. മധുരക്കിഴങ്ങ് ഒത്തിരി നല്ലതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ചേമ്പ് മേടിച്ചു. അപ്പോൾ ഞാൻ അടുത്ത് രാവിലെ തന്നെ നമുക്ക് പുഴുങ്ങി വെക്കാം. അപ്പം ഉച്ച കഴിഞ്ഞൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചാൽ രാവിലെ തന്നെ ചീച്ചീന്നുള്ള മഴയാണ് കേട്ടോ. ഇപ്പൊ 2 ദിവസമായിട്ട് ഇവിടെ നിർത്താതെ ഇങ്ങനെ വലിയ മഴ പെയ്യും, പിന്നെ ഇങ്ങനെ നിർത്താതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുറത്ത് പോകുമ്പോൾ രാവിലെ എണീറ്റിട്ട് എനിക്ക് മുറ്റത്തോടെ ചുറ്റും നടന്ന കുറേ ജോലികളുണ്ട്. കോഴിക്ക് തീറ്റ കൊടുക്കണം, പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം, പൂച്ച ഒരു സെറ്റ് പൂച്ച പുറത്താണ്, അതിന് ഡോഗ്സിന് തീറ്റ കൊടുക്കണം. എല്ലാത്തിനും കൊടുക്കാൻ പോകുമ്പോൾ നനയും നമ്മൾ. അതുകൊണ്ട് ഞാൻ തലക്കെട്ട് കെട്ടിയിട്ടേ പോകത്തുള്ളൂ. ഒന്നെങ്കിൽ ഏതെങ്കിലും തോർത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഷാൾ എടുത്തിട്ട് ഇങ്ങനെ കെട്ടും. അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥ നമ്മൾ തിരിച്ചു വന്നിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ നനഞ്ഞുകൊണ്ട് നടക്കും. നനയുവാണെങ്കിൽ ഫുൾ നനഞ്ഞ് ജോലികളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത കയറി വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് തലമുടി നനഞ്ഞിട്ടുണ്ട്, എന്തോ പോലെ ഇങ്ങനെ വാല് പോലെ കിടക്കും. അങ്ങനെ അതുകൊണ്ട് നനഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥയായിരിക്കും, പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല, താരനും പിടിക്കും. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഷാളൊക്കെ എടുത്ത് കെട്ടിയതൊക്കെ എന്നാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇത് പിന്നെ ഗ്ലൗസ് ഇത് കണ്ടോ, ഇങ്ങനത്തെ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലൂസായിട്ട് ഗ്ലൗസ് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ തലക്കുലത്ത് പണികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഗ്ലൗസ് എടുത്തിടും. കാരണം നഖത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ചെളി കയറി വൃത്തികേടാവും, അല്ലെങ്കിൽ പിന്നെ നാരങ്ങയൊക്കെ ഇട്ട് ഒത്തിരി വരയ്ക്കേണ്ടി വരും, നഖം ഇങ്ങനെ നാശമായി പോകും. അങ്ങനെ ഒത്തിരി ഇങ്ങനെ മണ്ണി പണിയുന്ന പണികളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ. അപ്പം അങ്ങനെ അപ്പോൾ ഈ ചിലവർ കുക്കിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ ഗ്ലൗസ് അതെനിക്ക് ഇഷ്ടമില്ല കേട്ടോ. കാരണം ഇതങ്ങനെ സ്റ്റെറൈൽ ഗ്ലൗസ് ഒന്നുമല്ല, ക്ലീൻ മാത്രമേ ഉള്ളൂ. ലൂസായിട്ട് 50 പേരിൻ്റെ കിട്ടും, ഫ്ലിപ്കാർട്ടിലുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനത്തെ മണ്ണി പണിയുന്ന പണിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്യും. പിന്നെ തന്നെ കറയുണ്ടാവും, അപ്പം അതൊന്നും പിടിക്കാതിരിക്കാൻ. അപ്പം നമുക്ക് നേരെ ചേമ്പ് നന്നാക്കി എടുത്തിട്ട് നേരെ പുഴുങ്ങാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. ചേമ്പ് ഇരുന്ന് വേവട്ടെ, നമുക്ക് കുറച്ചേരം വർത്താനമൊക്കെ പറയാം. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി വാട്സപ്പിൽ ഒത്തിരി ഓർഡർ വന്നു, ഒത്തിരി അഭിപ്രായങ്ങൾ വന്നു, കമൻറ്റ് വന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചവരും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചവരും ഫേസ് പാക്ക് ഉപയോഗിച്ചവരും ഒക്കെ ഒത്തിരി വോയിസ് മെസ്സേജ് എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻ നിങ്ങൾ വിട്ടോളൂ, കുഴപ്പമില്ല. ആ കൂടെ തന്നെ നിങ്ങൾ യൂട്യൂബിലും കൂടി കമൻറ്റ് സെക്ഷനും കൂടി എഴുതിയിടും. എന്നാലല്ലേ മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഓക്കെ മറ്റുള്ളവർ ഉപയോഗിച്ചിട്ട് ഇതിന് ഇന്ന പ്രയോജനം ഉണ്ട്, അപ്പോൾ ഓക്കെ എനിക്കും കൂടി മേടിച്ച് ഉപയോഗിച്ച് നോക്കാം എന്നുള്ള ഒരു ഉറപ്പ് തോന്നത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്കും കൂടി കമൻറ്റ് എഴുതിയിടണം. പിന്നെ എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു അലോഗരിതനുസരിച്ച് വീഡിയോ മുന്നോട്ട് കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുള്ളൂ, നമുക്ക് റീച്ച് കിട്ടത്തുള്ളൂ. വീഡിയോസിന് ഒട്ടും ഓട്ടമില്ലെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല, ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, അതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകാരം കേട്ടോ. അങ്ങനെ കുറേ സംശയങ്ങൾ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും ഒരു പ്രാവശ്യം ഓരോന്നോരോന്നായിട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഫേസ് വാഷ് പൗഡറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി ആയുർവേദ മരുന്നുകൾ ഇതാ ഈ ഒരു ലിസ്റ്റിൽ കാണുന്ന ഇത്രയും മരുന്നുകൾ ചേർത്തിട്ടാണ് നമ്മൾ ആ പൊടി നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ച് റെഡിയാക്കിയിരിക്കുന്നത്. ഒത്തിരി നല്ലതാണ്, നമുക്ക് മുഖത്തിന്റെ ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റും കിട്ടും. ഒത്തിരി അത് ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് അങ്ങനെ കഴിയണ്ട കേട്ടോ. ജസ്റ്റ് കുറച്ച് കയ്യിലേക്ക് എടുക്കുക. അത് ഈ നമ്മുടെ കായത്തിന്റെ ഒക്കെ ഡപ്പ പോലെ, അപ്പം അതിന്റെ മുകളിലൊരു തുളയുണ്ടാക്കുക. ഞാനത് തുളയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പി എന്തെങ്കിലും ആണിയ കമ്പി എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് ഒരു കുത്തു കൊടുക്കും. കമ്പി മതി, നമ്മളിവിടെ ഈ ചിക്കനൊക്കെ കോർക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന കമ്പിയില്ല, അങ്ങനെ ഒരു കമ്പിയും കൊണ്ട് കുത്തു കൊടുക്കും. അപ്പോൾ അതങ്ങ് തുളഞ്ഞോളും. അപ്പോൾ അതിനകത്തോടെ പിന്നെ അത് നമുക്ക് അടച്ചും വെക്കുകയും ചെയ്യാം. കായത്തിൻ്റെ ഇടപ്പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടഞ്ഞിരുന്നോളും. എന്നിട്ട് അത് കുറച്ചെടുക്കും, കുറച്ച് കുടഞ്ഞെടുക്കും. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചാലിക്കുകയും ചെയ്യണം. കുഴമ്പ് പോലെ ഇച്ചിരി ചാലിച്ചിട്ട് അതാണ് നമ്മൾ മൂത്ത് തേച്ചിട്ട് ചെറുതായിട്ടൊന്ന്
സ്ക്രബ് ചെയ്ത പോലെ അങ്ങ് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് സ്ക്രബ് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ കഴുകിക്കളയാം. രാവിലെ വൈകുന്നേരം നിങ്ങൾക്ക് കഴുകിക്കളയാൻ ഒരു കുഴപ്പമില്ല. 3 നേരം മുഖം കഴുകും ഞാൻ. രാവിലെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് കഴുകും. പിന്നെ ഒരു 10-11 മണി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് മുഖം കഴുകും. അന്നേരം ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. രാവിലെ ഇതും കൊണ്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത പോലെ കഴുകും. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഫേസ് വാഷ് മേടിച്ച് വെച്ചിട്ടുണ്ട്, പ്ലമ്മിൻ്റെ കേട്ടോ, നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അത് ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് കഴുകും. പിന്നെ ഞാൻ നമ്മുടെ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ ഫേസ് പാക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് തേക്കണം തോന്നിയാൽ അങ്ങനെ തേക്കും. കസ്തൂരി മഞ്ഞളോ ഫേസ് പാക്കാണ് യൂഷ്വലി ഞാൻ മാറി തേക്കുന്നത്. ചിലപ്പോൾ എന്നെ ഒന്നിച്ചാക്കിയിട്ടും തേക്കും. അങ്ങനെ പാൽപ്പൊടി എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയറായി ഇരുന്നോളൂ. ഇപ്പം എന്താ 2 ദിവസമായിട്ട് എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ഭയങ്കര തിരക്കാന്ന് ഞാൻ ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എവരി ഡേ ഞാൻ കസ്തൂരി മഞ്ഞളിടും. അങ്ങനെ ചിലപ്പോൾ രാവിലെ ഇട്ടിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും, അത് വൈകുന്നേരം പിന്നെയും എടുത്തിടും, അങ്ങനെയാണ്. അപ്പം അങ്ങനെ അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തായാലും ബ്രഷ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രഷ് ചെയ്യണം. അത് കഴിയുമ്പോൾ എന്തായാലും മുഖം ഒന്ന് കഴുകണം. അന്നേരം ഞാൻ മുഖത്ത് ഒത്തിരി ഡേർട്ട് പൊടി എല്ലാം അടിഞ്ഞിട്ടുണ്ടാവില്ല. അന്നേരം ഞാൻ നമ്മുടെ പൊടി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകുക. അപ്പോൾ ഒരു ചെറിയ സ്ക്രബിങ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഫേസ് വാഷ് പൗഡർ അത്രയും നല്ലതാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രൊഡക്റ്റുകളെയും കൂടി പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. ഹണി ഒറിജിനൽ, വൻതേ, ചെറുതേൻ, മില്ലറ്റ്സ്, അതുപോലെ ഔഷധ കാപ്പി. ഇപ്പം ഈ മഴക്കാലത്ത് തണുപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമുക്ക് പെട്ടെന്ന് ഈ പനിയും തൊണ്ടവേദനയൊക്കെ പിടിക്കാതിരിക്കാനും ഒത്തിരി ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടുള്ള, അതിൽ കുരുമുളകുണ്ട്, ഏലക്കായുണ്ട്, തിപ്പലിയുണ്ട്, അയമോദമുണ്ട്, കരിഞ്ചീരകമുണ്ട്, എല്ലാം ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ഔഷധ കാപ്പി എന്ന് പറയുന്നത്. കാപ്പിപ്പൊടി വളരെ കുറച്ച് അളവിലാണ് ചേർത്തിരിക്കുന്നത്. പനിയുടെ ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി തുളസി, അതുപോലെ പനിക്കൂർക്ക എല്ലാം ഉണ്ട് നമ്മുടെ ഔഷധ കാപ്പിയിൽ. ഇത്രയും ആയുർവേദ മരുന്നുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വയറിന് നല്ലത്, തൊണ്ടയ്ക്ക് നല്ലത്, ഇമ്മ്യൂണിറ്റി കൂടെ നല്ലത്, അങ്ങനെയൊക്കെയാണ്. പിന്നെ വെറുതെ നമ്മൾ കുറേ കാപ്പിപ്പൊടി മാത്രം ഇട്ടിട്ടുള്ള ചായയേക്കാൾ എത്രയോ നല്ലതാണ് മരുന്നുകൾ ചേർത്താൻ ഈ ആയുർവേദ ഔഷധങ്ങൾ ചേർത്തത്, അല്ലേ? അത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള, നമ്മുടെ പനിക്കൂർക്കൊക്കെ ഞാനിവിടെ ഒത്തിരി ഇല തണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാൻ ഒടിച്ചൊടിച്ച് പിരിച്ചുണ്ട്. എന്നുവെച്ചാൽ ചായയൊക്കെ വെക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ ഈ കട്ടൻ ചായ കേട്ടോ, കട്ടൻ ചായ വെക്കുമ്പോൾ ചിലപ്പോൾ അതിടും, അല്ലെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരെണ്ണെടുത്തിടും. ഒത്തിരി നല്ലതാണ്. നമ്മൾ ചെറുപ്പം വരെ കേട്ടിട്ടില്ലേ പിള്ളേർക്ക് നമ്മൾ പനിക്കൂർക്ക ഇടിച്ചു പിഴിഞ്ഞു കൊടുക്കുന്നു എന്നുള്ള. ചെറിയുള്ളിയുടെ നീര്, അതുപോലെ പനിക്കൂർക്കയൊക്കെ ഭയങ്കര ഔഷധങ്ങൾ തന്നെയാണ്. അതുപോലെ തുളസിന്റെ ഒക്കെ ഗുണങ്ങൾ പറയണ്ട. തുളസിയുടെ വിത്ത് അത് എല്ലാ പ്രയോജനമുള്ളതാണ്. നമ്മൾ ഈ അതും ഇതൊക്കെ മേടിച്ച് കുറേ എന്താ പറയാ ഹെൽത്ത് പൗഡർ, ആ പൗഡർ ഈ പൗഡർ എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് കഴിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സംഗതികൾ കഴിക്കുന്നത്. അപ്പോൾ ഔഷധ കാപ്പിയുണ്ട്, ഇത് വേണ്ടവർ മേടിച്ചോളൂ. 1/2 kg പാക്കറ്റാണ്. അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ബോഡിക്കൊക്കെ സ്മെല്ലിന് വേണ്ടിയിട്ട് വെട്ടിവർ റൂട്ട് പൗഡർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത്. കുറച്ച് അളവേ ഉള്ളൂ, എന്നാലും നല്ല ഒരു ഡിവൈൻ സ്മെല്ലാണ്. അത് മേടിച്ചവർക്കറിയാം. കുറച്ചേ ഉള്ളൂ. അത് ഒരു നുള്ളെടുക്കുക കയ്യിലേക്ക്, ഒരു 1-2 ഡ്രോപ്പ് വാട്ടർ ഇങ്ങനെ ചാലിക്കുക. എന്നിട്ട് നമുക്ക് കഴുത്തേലോ കയ്യേലോ ഒക്കെ തേച്ച് വെക്കാം കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് തേച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര, നമുക്ക് കുറേ നേരത്തേന് പിറ്റേ ദിവസം വരെ നമുക്ക് ആ സ്മെല്ല് നിൽക്കാം. ഡ്രസ്സേലും തേക്കാം, കബോർഡിൽ വെക്കാം, നമ്മുടെ ബോഡിക്കും തേക്കാം. അങ്ങനെയാണ്. അത് ഒരു റൂട്ട് പൗഡറാണ് കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള. ഭയങ്കര സ്മെല്ലാണ്, നല്ല ഡിവൈൻ സ്മെല്ലാണ്, നല്ല ഇതാണ്. അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ അടുത്ത് സെയിലുണ്ട്, അത് മേടിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ് ബാം ഉണ്ട്. ഞാൻ അവരെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ പ്ലെയിൻ ആയിട്ട് ലിപ് ബാം ഇടും കേട്ടോ. അപ്പൊ നമ്മളൊരു ഒന്നെങ്കിൽ നിങ്ങളൊരു ലിപ്സ്റ്റിക്കും ഒരു പ്ലെയിൻ ലിപ് ബാമും മേടിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ ചുണ്ടിനുള്ള കയറിന് രാത്രി തേച്ചിട്ട് കിടക്കാനോ. അല്ലെങ്കിൽ നിങ്ങൾ നൂഡ് ഷെയ്ഡുള്ളത് പറഞ്ഞാൽ മേടിക്കുക. ആ ഒരു രീതിക്കുള്ളത്, ബീട്രൂട്ടിന്റെ പൗഡറിന്റെ ഒക്കെ ആ ഒരു രീതിയിലുള്ള. ബീട്രൂട്ടിന്റെ ഭയങ്കര കളർ കിട്ടില്ല കേട്ടോ, അത് നൂഡ് ഷെയ്ഡിലേ പെടത്തുള്ളൂ. പിന്നെയാണ് നമ്മൾ ലിപ്സ്റ്റിക് ആണ് ഫുഡ് കളർ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളിയായിട്ടുള്ള, പുറമെയൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ നാച്ചുറൽ വി വാക്സ് ആണ്. ഭയങ്കര നോർമലായിട്ടുള്ള സംഗതി ചേർത്തിട്ടില്ല. നമ്മൾ ആകെ അതിനകത്ത് ചേർത്തിരിക്കുന്ന എസെൻഷ്യൽ ഓയിലുകൾ വി വാക്സും കോക്കനട്ട് ഓയിലുമാണ്. അപ്പൊ തന്നെ അറിയാലോ. അപ്പൊ സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫുഡ് കളറാണ്. ഐസ്ക്രീമിലും ഒക്കെ എല്ലാ ഫുഡ് ഐറ്റത്തിലും നമ്മൾ ഡെയിലി ഹോട്ടലിൽ പോകുമ്പോൾ കഴിക്കുന്നതാണ്. അത് സേഫ് തന്നെ ഏകദേശം പറയാം, അല്ലെ? ഗവൺമെന്റ് അംഗീകരിച്ചേക്കുന്നില്ല. അപ്പൊ അതാണ് നമ്മുടെ ലിപ്സ്റ്റിക്. പിന്നെ ബോഡി മോയ്സ്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ 1-2 വോയിസ് കേൾപ്പിക്കാം കേട്ടോ. എന്തായാലും മോയ്സ്ചറൈസറും എനിക്ക് തന്ന ആ പിങ്ക് ലിപ്സ്റ്റിക്കും ഉണ്ടല്ലോ,
സൂപ്പർ സാധനം, കിടുകിടുക്കാച്ചി, പറയാതിരിക്കാൻ വയ്യ. ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് കേട്ടോ. മോയ്സ്ചറൈസർ, എൻ്റെ പൊന്നോ, എൻ്റെ കൈയും കാലും ഒക്കെ ഇത്തിരി നിറം വെച്ച്, ഇത്തിരി മൊരിച്ചിലും ചുളിവൊക്കെ ഉണ്ടായിരുന്നു ഈ പാത്രമൊക്കെ കഴുകുന്നതുകൊണ്ട് കൈയൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി മെനയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. കണ്ണിൻ്റെ അടിയിൽ ഇച്ചിരി ഐ ബാഗ്സ് പോലെ ഉണ്ട്, അപ്പോൾ അതും ഇത്തിരി കുറവ് പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ തേക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രഷ്യസാണ്. 101% വിശ്വസിക്കാൻ ബിന്ദു. അത് കിടുകിടുക്കാച്ചി പ്രോഡക്റ്റാണ്. പിന്നെ പിങ്ക് ലിപ്സ്റ്റിക്ക് ഞാൻ പൊന്നു പോലെയാണ്, അത് അറിഞ്ഞുകൊണ്ട് ആണെന്ന് എനിക്കറിയില്ല. പിങ്ക് ലിപ്സ്റ്റിക്ക് ഞാൻ ചുണ്ടേ തേക്കുമ്പോൾ തന്നെ നല്ല മുഖത്ത് നല്ല ഒരു എടുപ്പ് കാണിക്കുന്നുണ്ട്. നല്ല നിറമൊക്കെ തോന്നിക്കുന്നുണ്ട്. മുഖവും ക്രീമും ഈ ലിപ്സ്റ്റിക്കും കൂടെ ഇടുമ്പോൾ നല്ല നിറം തോന്നിക്കുന്നുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രോഡക്ട്സ്. ബിന്ദുവിനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ. എന്നും പറഞ്ഞ് ലിപ്സ്റ്റിക് എക്സ്ട്രാ വെച്ചത് അറിയാതെ ആണെങ്കിലും ഞാൻ അടുത്ത പ്രാവശ്യം പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ പൈസ തരാം കേട്ടോ. ഓക്കെ. ഇതേപോലെ എന്തോരം വോയിസ് മെസ്സേജ് എഴുതി വിടുന്നത്, അങ്ങനെ എന്തോ ഒരു മെസ്സേജ് എനിക്ക് വരുന്നതെന്നറിയോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. രാവിലെ എണീറ്റിട്ട് വേഗം പല്ല് തേച്ചിട്ട് ചായ എടുത്തിട്ട് ഒന്നെങ്കിൽ ഞാൻ ബെഡ്റൂമിൽ പോയിരുന്ന അവിടെ ഇരുന്ന് കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ പുറത്തോടെയൊക്കെ കറങ്ങി നടന്ന് കഴിക്കും. എന്നിട്ട് ഓടി വന്നിട്ട് പിന്നെ ഞാനും മിലോയും കൂടിയാണ് നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് എല്ലാം നോക്കുന്നത്. മിലോ എനിക്ക് കൂട്ടിന് അവിടെ കയറിയിരിക്കും, ഞാനാണെങ്കിൽ പെട്ടെന്ന് എല്ലാം റിപ്ലൈ കൊടുക്കുക രാവിലെ. ഇന്ന് എനിക്ക് സമയം കിട്ടില്ല കേട്ടോ, ഷൂട്ടിംഗ് ഡേ ഉള്ളപ്പോൾ എനിക്ക് അതിന് രാവിലെ സമയം കിട്ടത്തില്ല. അപ്പം ഞാനത് അവിടെ വെച്ചു. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് എടുത്തിട്ട് നമുക്ക് പോയിട്ട് ഇരുന്നിട്ട് റിപ്ലൈ കൊടുക്കണം. അന്നേരമാണ് എന്നാലും ഇതുപോലെ എന്തോ ഒരു മെസ്സേജാണ് വരുന്നതെന്നറിയോ. സന്തോഷമായിട്ട് അവർക്ക് നന്നായിട്ട് ചുടുപോകും. അതിൽ സെയിം കണ്ടന്റ് ആണോ, കോക്കനട്ട് ഓയിലാണോ, എസെൻഷ്യൽ ഓയിലുകളാണ്, എന്ത് സേഫ് ആണ്. അപ്പൊ നമുക്ക് ബാക്കി ഇതിൽ വെളുപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. വിവാക്സിന്റെ ഗുണം കൊണ്ട് വെളുത്താലേ ഉള്ളൂ, കോക്കനട്ട് ഓയിലിന്റെ ഗുണം കൊണ്ട് വെളുത്താലേ ഉള്ളൂ, അല്ലെങ്കിൽ വെളുപ്പൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടിരിക്കും. വെളുപ്പിലല്ല കാര്യം, അതല്ല ഭംഗി എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്താണ് ഭംഗി എന്ന് പറയുന്നത്. ഒത്തിരി ചുളിഞ്ഞ് മൊരിയും പിടിച്ച് വിണ്ടി കീറി പൊട്ടിക്കീറിയിരിക്കുന്ന സ്കിൻ ഒട്ടും ഹെൽത്തി അല്ല നമ്മുടെ ആരോഗ്യത്തിന്. അപ്പം അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, കാണുന്നവർക്ക് ഒരു അഗ്ലി ലുക്ക്, നമുക്ക് തന്നെ ഒരു അപകർഷതാബോധം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഇരുന്നിരിക്കും. പക്ഷെ നമ്മുടെ സ്കിന്ന് നല്ലതാണെങ്കിൽ നമുക്ക് ഒത്തിരി നിറം വേണമെന്നൊന്നും ഇല്ല. നമുക്കൊരു ഇരുനിറം മതി, ഒരു ഇന്ത്യൻ നിറം എന്ന് പറയുന്ന ഒരു ഇരുനിറം, അല്ലെങ്കിൽ ഇരുനിറത്തിൽ ഇച്ചിരോട് തെളിഞ്ഞ നിറം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബ്ലാക്ക് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ബ്ലാക്കിൽ എന്തോ ഒരു നല്ല ബ്ലാക്ക് ആണെങ്കിൽ സ്കിന്ന് നല്ലതായിട്ടിരിക്കും. നമുക്ക് എത്ര പേരെ അറിയാം, നമ്മൾ യൂട്യൂബിൽ നോക്കി അറിയാം, വീഡിയോസ് ചെയ്യുന്നവരും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇച്ചിരി ഇരുണ്ട നിറമായിരിക്കും, പക്ഷെ എന്താ അവരുടെ സ്കിന്ന് അങ്ങനെ. ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യും, നമ്മുടെ അമൃതക്കച്ച് ഉണ്ടല്ലോ ഇവിടെ വരുന്നത്, ഞങ്ങൾ ഇരുന്ന് എപ്പോഴും ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം അവളിങ്ങനെ നല്ല എന്താ പറയുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചേച്ചി എന്നെ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ചേച്ചീനെ ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ളവരല്ല. ഞങ്ങൾ എപ്പോഴും ഈ കറുപ്പിനെയും വെളുപ്പിനെയും കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ അത് തന്നെയാണ്, കറുപ്പിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടിരിക്കുക, അങ്ങനെ ചുളിയാതിരിക്കുക. പിന്നെ എന്താ പറയുക, പ്രായത്തെ നമുക്ക് റിവേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് നല്ലതെന്നറിയോ, നമ്മുടെ ഈ ഒരു ബോഡി മോയ്സ്ചർ വിവാക്സ് അത്രയും ഗുണമുള്ളതാണ്. തിളയ്ക്കാൻ തുടങ്ങുന്നല്ലോ. വിവാക്സ് അത്രയും ഗുണമുള്ളതാണ്. നാച്ചുറലായിട്ട് നമ്മുടെ തേനീച്ചകൾ തേൻ ശേഖരിച്ച് വെക്കാൻ അവർ തന്നെ നിർമ്മിക്കുന്ന, അവരുടെ ശരീരത്തിൽ നിന്നുള്ള ജെല്ലിൽ നിന്ന് നിർമ്മിക്കുന്നതാണ് വിവാക്സ് എന്ന് പറയുന്നത്. അത് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ്. ഈ തേൻ അങ്ങ് മാറ്റി കഴിയുമ്പോൾ തേൻ അറയും കൂട്ടി തിന്നുന്നവരുണ്ട്. നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ അപ്പച്ചനൊക്കെ എടുത്ത് തരുമ്പോൾ തേൻ അറയും കൂടി ഉണ്ടാവും അതിനകത്ത്, അതും കൂടി അങ്ങ് തിന്നും നമ്മൾ. അങ്ങനെയൊക്കെയാണ്. എനിക്കത് ഇഷ്ടമില്ല കേട്ടോ, അത്ര ഇഷ്ടമില്ല കേട്ടോ തേൻ അറ തിന്നുന്നത്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ തിന്നും. അപ്പൊ അത് ഭയങ്കര സേഫ് ആയിട്ടുള്ള സാധനമാണ്, ഒത്തിരി ഗുണമുള്ള സാധനമാണ്. അതാണ് പുരാതന കാലം മുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റുകളിലൊക്കെ ഇപ്പൊ സിനിമാ നടികളും അവരവരൊക്കെ കാശ് മുടക്കി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളിലൊക്കെ ഉള്ള ഒരു കണ്ടന്റ് വിവാക്സ് ആണ്. നിങ്ങൾ നോക്കിയോളൂ, ലോക്കലായിട്ട് നമ്മൾ മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റിലും വിവാക്സ് ഉണ്ടാവില്ല. ഇത് അത്രയും കോസ്റ്റ്ലിയാണ്. നമ്മൾ ഹെൽത്ത് പരമായിട്ട് നല്ല സാധനങ്ങൾ മാത്രം കൊടുക്കുക, അത് സേഫ് ആയിട്ടുള്ള സാധനം കൊടുക്കുക, ഒരാപത്തും വരാതെ. അതാണ് നമ്മുടെ എയിം തന്നെ. ഒന്നാമത് നമ്മൾ മെഡിക്കൽ ഫീൽഡിലുള്ളതാണ്. ഒരാൾക്ക് ആപത്ത് വരുന്ന കുറേ സാധനങ്ങൾ മേടിച്ചിട്ട്, കുറേ വാസ്ലിൻ മേടിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഇതെല്ലാം കൂടി ഉരുട്ടിക്കൂട്ടി നമുക്ക് വേണേൽ ഉണ്ടാക്കാം. പക്ഷെ അത് അത്ര സേഫ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ പരിപാടിക്ക് പോകാത്തത്. നമ്മൾ വിവാക്സിൽ തന്നെ ഇങ്ങനത്തെ ലിപ്പാമും ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ബോഡി മോയ്സ്ചറൊക്കെ ചെയ്യുന്നത് പൈസ ആണെങ്കിലും. അപ്പൊ നിങ്ങൾ ചെറിയൊരു പൈസ മുടക്കിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഗുണമുള്ളതല്ലേ നല്ലത്. അല്ലാതെ നാളെ എല്ലാം ഉപയോഗിച്ച് ക്യാൻസർ വന്നു, അത് വന്നു, വെളുക്കാൻ തേച്ചിട്ട് അത് വന്നു, ഇത് വന്നു, കിഡ്നി ഫെയിലിയർ ആയി, ലിവർ പ്രോബ്ലം ആയി എന്ന് കേൾക്കുന്നേക്കാളും, ഫാറ്റി ലിവർ ആയി എന്ന് കേൾക്കുന്നേക്കാളും നല്ലത് എന്താ, നമ്മൾ സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഇച്ചിരി പൈസ മുടക്കിയാൽ അതല്ലേ നല്ലത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് പൈസ മുടക്കുന്നേക്കാളും നല്ലത് നമ്മൾ ഇച്ചിരി നല്ല സാധനം മേടിച്ച് ഉപയോഗിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബോഡി മോയ്സ്ചർ സേഫ് ആണ്, ഇതിലെ കണ്ടന്റ് സേഫ് ആണ്.
വി വാക്സ്, കോക്കനട്ട് ഓയിലും നമ്മുടെ ജാസ്മിൻ അങ്ങനെ പോലെയുള്ള എസെൻഷ്യൽ ഓയിലുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ബദാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതെല്ലാം സേഫ് ആയിട്ടുള്ള സംഗതികളാണ്. അങ്ങനെ ഓക്കെ. അപ്പോൾ അത് മേടിക്കാം. ഒത്തിരി എല്ലാവർക്കും യൂസ് ചെയ്തവർക്ക് പ്രയോജനമുണ്ട്. നമുക്ക് അറിയാം, തേക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. ഒരു 3 ദിവസം അത്രയും തേക്കുമ്പോഴേ നമ്മുടെ ചുടുകളൊക്കെ എവിടെ പോയി എന്ന് തോന്നി തുടങ്ങും. പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒരു ഇടയ്ക്ക് നിർത്തി നോർത്ത് പെട്ടെന്നൊന്നും കുഴപ്പമില്ല, നമുക്ക് അത്രയും ഗുണം അതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ പൈസ ഉണ്ടാകുമ്പോൾ അടുത്ത പ്രാവശ്യം മേടിക്കാം, യൂസ് ചെയ്യുക. കഴുത്തേലും കയ്യേലും കാലേലും വയറേലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ മുഖത്ത് ഞാനത് അധികം യൂസ് ചെയ്യാത്ത, അതിൽ നമ്മൾ കോക്കനട്ട് ഓയിലും ബദാം ഓയിലും എസെൻഷ്യൽ ഓയിലും ചേർക്കുന്നതുകൊണ്ട് ഇച്ചിരി ഓയിലി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് മുഖത്തായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട മീൻസ് ചെയ്തോ വേണമെങ്കിൽ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. കണ്ണിൻ്റെ താഴെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറമേയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇച്ചിരി ഓയിലി ആയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ വേറെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേച്ചിട്ട് കിടക്കാം. കണ്ണിൻ്റെ താഴെയൊക്കെ ഞാൻ തേച്ചിട്ട് കിടക്കാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബോഡി മോയ്സ്ചർ. അടിപൊളിയാണ്. നിങ്ങൾ ഒന്നും മേടിച്ചില്ലെങ്കിലും ബോഡി മോയ്സ്ചർ മേടിക്കണം. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഒരു 4-5 സെറ്റ് ഫുള്ളായിട്ട് തീർന്നു. ഇന്ന് എനിക്കിനി ബോഡി മോയ്സ്ചർ ഉണ്ടാക്കണം. അപ്പം കുറേ സമയം എടുക്കും. അതാണ് അതിൻ്റെ പ്രോസസ്സിന് ഒത്തിരി സമയം എടുക്കും. അത് നന്നായിട്ട് നമ്മൾ വേവിച്ച് തിളപ്പിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ അത് അത്രയും തണുത്താലാണ് അതിൽ നമുക്ക് അടുത്ത് ചേർക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒത്തിരി സമയം എടുക്കും. അങ്ങനെയാണ് വേണ്ടത്. ഇതുപോലെ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഗൗണും എടുത്തിടും. അപ്പം ഒന്നും ആവത്തില്ല. ഹെഡ് ക്യാപ്പും വെക്കും. അങ്ങനെ. അപ്പോൾ അമൃത എൻ്റെ കൂടെ കൂടുമ്പോൾ അമൃതയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾ എന്നോട് ചോദിക്കുക, മേ ബി നമുക്കാണെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ, ക്യാപ്പൊക്കെ വെച്ച് അതൊരു ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് തോന്നില്ല. അപ്പോൾ അമൃതയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമൃത എന്നോട് എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഹെഡ് ക്യാപ്പ് മേടിച്ചിട്ടുണ്ട്. നോർമലി അവൾ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ചേച്ചി ഹെഡ് ക്യാപ്പ് എന്തേ ഹെഡ് ക്യാപ്പ് ഒക്കെ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമായിട്ട് അവളെ ഹെഡ് ക്യാപ്പിൽ ആ ലുക്കിൽ കാണാൻ. ഞാൻ ഓർക്കട്ടെ, നല്ല ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫിനെ പോലെ ഉണ്ടല്ലോ, നല്ല രസമുണ്ടല്ലോ. അങ്ങനെ അവൾക്കാണെങ്കിൽ ഒത്തിരി നിറവില്ല കേട്ടോ, അങ്ങനെ ആദിവാസി കുട്ടിയാണ്. പക്ഷെ എന്താ അവളുടെ സ്കിന്ന് കണ്ടോ, സ്കിന്ന് നല്ലതാണ്. കാരണം അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ് അവർ കഴിക്കുക. ഒത്തിരി ആഡംബര അനാവശ്യ സാധനങ്ങൾ നമ്മൾ കഴിക്കത്തില്ല. നാച്ചുറൽ ആയിട്ടുള്ള പറമ്പിൽ നിന്നുള്ള സാധനങ്ങൾ അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ അമൃത കൊച്ചിനെ നോക്കിയാൽ മതി. ഈ ഏജിലും അവളുടെ സ്കിന്ന് കണ്ടോ, എന്നാ സൂപ്പർ സ്കിന്നായിട്ട് നിൽക്കുന്നതെന്ന്. അങ്ങനെ. പിന്നെ ബോഡി മോയ്സ്ചർ അത് അവൾക്ക് എനിക്ക് കസ്തൂരി മഞ്ഞളെക്കാളും ഇഷ്ടം ഫേസ് പാക്കാന്ന് എന്നോട് പറയും. ഫേസ് പാക്ക് അയച്ച് എനിക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ്. അവളുടെ ചുറ്റുള്ളവർക്കൊക്കെ അവൾ കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ. അപ്പോൾ അങ്ങനെ പറയാം, ഫേസ് പാക്കും ഒത്തിരി നല്ലതാണ്. രക്തശാലി റൈസും അതിൽ നമ്മൾ ബാക്കിയുള്ള കണ്ടന്റുകൾ ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയാണ്. രണ്ടും മാറി ഉപയോഗിക്കുക, അതാണ് നല്ലത്. ചിലർക്ക് ചിലത് നല്ലത്, ചിലർക്ക് ചിലത് നല്ലത്. എനിക്ക് പേഴ്സണലി കസ്തൂരി മഞ്ഞളാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ അവൾക്ക് ഇഷ്ടം ഫേസ് പാക്കാണ്. കസ്തൂരി മഞ്ഞൾ ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടുപോലെ ഉപയോഗിക്കുന്നതാണ്. ഞാനതിൽ ഭയങ്കര അഡിക്റ്റഡ് ആണ്, ട്രസ്റ്റാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡി മോയ്സ്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളുടെ സ്കിന്നും, അപ്പോൾ അവൾ ഇതുപോലെ ബോഡി മോയ്സ്ചർ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്തിട്ട് പറയുക എന്താ ഒരു ചേഞ്ച് എന്ന്. അങ്ങനെ അവൾ പറയും. കയ്യിലും കാലിലൊക്കെ തേച്ച് കഴിയുമ്പോൾ അങ്ങനെ പണിയെടുത്ത് നടക്കുന്നതുകൊണ്ട് നമ്മുടെ കൈ എപ്പോഴും പരവരാവില്ല, പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത്. അന്നേരം എന്താ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് അവൾ പറയുക. അങ്ങനെ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്. നിങ്ങളിപ്പോൾ ഒന്നും മേടിച്ചില്ലെങ്കിലും എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ ബോഡി മോയ്സ്ചർ മേടിക്കണം. കാരണം നമ്മൾ ലേഡീസിനെ സംബന്ധിച്ച് പുരുഷന്മാർക്ക് കൂട്ടം ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സംഭവമാണ് ചുണ്ട് പൊട്ടുക, സ്കിന്ന് ചുളിഞ്ഞിരിക്കുക. അതോടുകൂടി തന്നെ നമ്മുടെ എല്ലാ കോൺഫിഡൻസും പോകും. അപ്പോൾ നിങ്ങളൊരു ലിപ് ബാം അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്ലെയിൻ ലിപ്സ്റ്റിക്ക് പ്ലെയിൻ ലിപ് ബാം അത് മേടിക്കൂ. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ അതും കൂടി മേടിക്കും. അങ്ങനെ. അപ്പം ഞാൻ ഒരെണ്ണമൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒക്കെ മേടിക്കുന്നതല്ലേ. അപ്പോൾ മിക്കവർക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അങ്ങനെ ബാക്കിയുള്ള പ്രോഡക്റ്റുകളൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് പൈസയ്ക്ക് പ്രോഡക്റ്റ് മേടിച്ചവർക്കൊക്കെ ഞാൻ ലിപ് ബാം ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ മെസ്സേജ് ഇടും, ചേച്ചി ഞങ്ങളുടെ പാക്കറ്റിലൊരു ലിപ്സ്റ്റിക് എക്സ്ട്രാ ഒരു ലിപ് ബാം എക്സ്ട്രാ അറിയാതെ ഇട്ടതാണോ ചേച്ചിക്ക് പാക്കറ്റ് മാറിപ്പോയിരുന്നു. അല്ല കേട്ടോ, ഞാൻ അറിഞ്ഞോണ്ട് തന്നെ ഇടുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ലിപ് ബാം ലിപ്സ്റ്റിക്ക് കുറച്ചധികം എപ്പോഴും ഉണ്ടാക്കും, പക്ഷെ പെട്ടെന്ന് തീർന്നു പോകും. അതിൽ നിന്ന് കുറേ പൈസയ്ക്ക് പ്രോഡക്റ്റ് മേടിക്കുന്നവർക്ക് ഞാൻ അതൊരു ഗിഫ്റ്റ് പോലെ അതിൽ നിന്ന് പറഞ്ഞ് എടുത്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പാക്കറ്റ് മാറിയതോ അങ്ങനെ അറിയാതെ ഇട്ടതോ എന്നല്ല, അറിഞ്ഞോണ്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ. അതൊരു സന്തോഷമല്ലേ അങ്ങനെ കിട്ടുമ്പോൾ. കുഞ്ഞു സാധനങ്ങൾ ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വിശേഷം. ചേമ്പ് വെന്ത് കഴിയുമ്പോൾ ചേമ്പും നമ്മുടെ ഔഷധ കപ്പി ഉണ്ടാക്കും. ഔഷധ കപ്പി ഞാനിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. എപ്പോഴും ബോട്ടിലിട്ട് വെച്ചേക്കും. അതൊക്കെ ഈർപ്പമുള്ള ബോട്ടിൽ വെച്ചാൽ പൂത്ത് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെക്കും. അങ്ങനെ പിന്നെ നമ്മൾ യൂസ് ചെയ്യല്ലേ. അങ്ങനെ ഒരു 2 ഗ്ലാസ് വെള്ളത്തിലേക്ക്, നല്ല വെള്ളത്തിലേക്ക് ഇതിനൊരു ക്യൂബ്സ് എടുത്തിടുക, തിളപ്പിക്കുക. ഊറ്റി പോലെ ഉണ്ടാവും. ഊറ്റി അതിൻ്റെ സാധനങ്ങൾ കളയണ്ട. അതിനകത്ത് ഒത്തിരി ഏലക്കായും കാര്യങ്ങളും തിപ്പിലി എല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടിയായിട്ട് കിടക്കും. അങ്ങനെയാണ്. പൂത്ത് കഴിച്ചേക്കല്ലേ, പൂത്ത് പോയെങ്കിൽ കളഞ്ഞേക്കണേ. അങ്ങനെയാണ്. കാണുമ്പോൾ അറിയാലോ നമ്മുടെ ശർക്കരേൻ്റെ ഇതുപോലെ ഇരിക്കുന്ന പൂത്ത് അറിയാലോ. അങ്ങനെ തണുപ്പടിച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ
കേട്ടോ, ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അത് എത്ര 1-2 വർഷം വരെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ ഇടുക, എന്നിട്ട് നേരെ ഗ്ലാസ്സിലേക്ക് ഊറ്റുക, കുടിക്കുക. അടിപൊളിയാണ്, തൊണ്ടയ്ക്ക് നല്ലതാ. ഔഷധ കാപ്പിക്ക് അഡിക്റ്റായ നമ്മുടെ കുറേ ലേഡീസ് ഉണ്ട് കേട്ടോ. എന്തൊരു മേടിക്കുന്നതെന്നറിയോ, അങ്ങനെ തീരുന്നേരം പോയോ എൻ്റെ ഔഷധ കാപ്പി തീരാനായി വെച്ച് പെട്ടെന്ന് അയക്കണേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഓർഡർ തരും. അങ്ങനെയാണ്. 2-3 കിലോ മേടിക്കുന്നവരുണ്ട്, ആദ്യം 1/2 കിലോ മേടിച്ച് നോക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ്, ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ ഔഷധ കാപ്പിക്ക് അഡിക്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒരു നേരമെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് കുടിക്കും കേട്ടോ. ഒത്തിരി നല്ലതാണ് നമുക്ക് ഈ ഒരു മഴക്കാലത്ത്. അങ്ങനെ ഞാനാണെങ്കിൽ ചായ അഡിക്റ്റോ, അപ്പോൾ ചായ കുറച്ചിട്ട് ഒരു നേരം ഈ ഒരു കാപ്പി ആക്കുമ്പോൾ അത്രയായല്ലോ, നല്ല രുചിയായിട്ട് കുടിക്കുകയും ചെയ്യാം, എൻജോയ് ചെയ്തിരുന്ന് കുടിക്കുകയും ചെയ്യാം. ഓരോ സിപ്പ് കുടിക്കുമ്പോൾ നമുക്ക് പിന്നെ വേണം തോന്നുന്ന ഒരു ലഹരി അതിനുണ്ട്. അതാണ് നമ്മുടെ കാപ്പിക്കേ അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ ഔഷധങ്ങളും കൂടി ചേർന്നിട്ട് പനയുടെ ശർക്കരയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെയാണ്. അത് ഗുണമുണ്ടല്ലോ, നമ്മുടെ വയറിന് നല്ലത്, കുടിച്ചു കഴിഞ്ഞാൽ വയറിന് നല്ല കംഫർട്ട്, അതുപോലെ തന്നെ തൊണ്ടയ്ക്കും നല്ലത്, ഇമ്മ്യൂണിറ്റിയും കൂടും, ഇപ്പം എല്ലാം കൊണ്ട് നല്ലതാണ്. അങ്ങനെയാണ് നമ്മുടെ ഔഷധ കാപ്പിയുടെ വിശേഷം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊരു എൻ്റെ ഇന്നൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഭംഗിക്ക് വേണ്ടി ഒരു ലിപ്പാമും ഒരു ബോഡി മോയ്സ്ചർ എന്തായാലും നിങ്ങൾ മേടിക്കും കേട്ടോ. എനിക്ക് ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒത്തിരി കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ എന്ന് പറഞ്ഞാൽ തന്നേനെ. അത്രയ്ക്ക് ഇതിൻ്റെ ഗുണം നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് അത്ര പൈസ ഇല്ല, ഇത്രയും ഉണ്ടാക്കി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള പൈസ ഇല്ല, അതാണ് പ്രശ്നം. എല്ലാത്തിനും ചിലവല്ലേ, ബോട്ടിൽ മേടിക്കണം, ലേബല്, അതിൻ്റെ പേപ്പറുകൾ, അത് ഇത് എല്ലാം ചിലവല്ലേ. അങ്ങനെ ഇത് പിന്നെ നമ്മൾ അമൃതേനെ കൂട്ടുകയാണെങ്കിൽ അവൾക്ക് കൂലി കൊടുക്കണം, നമ്മൾ ചെയ്യണം, നമ്മുടെ ടൈം എല്ലാ സാധനം. ഈ വാക്സിന് എന്തൊരു റേറ്റാണെന്നറിയോ. അങ്ങനെ പിന്നെ എല്ലാത്തിനും കോക്കനട്ട് ഓയിലാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നമ്മുടെ കടകളിലൊക്കെ ഉണ്ട്, വെറും കോക്കനട്ട് ഓയിൽ മേടിക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നാളത് മേടിച്ചോണ്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാമെന്ന് ഒരു പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി എനിക്ക് കുക്കിങ്ങിനുള്ള കോക്കനട്ട് ഓയിൽ തീരാനായി അന്ന് ഞാൻ മേടിച്ചോണ്ട് വന്നിട്ട് ഇത് ഉറയ്ക്കാതെ എനിക്ക് സ്ട്രെസ്സായി. ഇതെന്താണ് പകലൊക്കെ ഇവിടെ ഇരുന്നാൽ നമ്മുടെ കോക്കനട്ട് ഓയിലും മരക്കുറ്റി വരെ ഉറച്ചിരിക്കുന്നു, ഇത് ഉറയ്ക്കുന്നില്ല. എന്നിട്ട് ഞാൻ അച്ഛനെ കാണിച്ചു കൊടുത്തു, അമ്പതിനെ കാണിച്ചു കൊടുക്കും. നോക്ക്, നമ്മൾ പുറമേന്ന് കഴിക്കുന്നവരുടെ അവസ്ഥയൊന്നും നോക്ക്. പിന്നെ എൻ്റെ റേറ്റ് കൂട്ടി നോക്കുമ്പോൾ, വില കൂട്ടി നോക്കുമ്പോൾ എന്താ 130 രൂപയ്ക്ക് 120 രൂപയ്ക്ക് എങ്ങനെയാണ് കോക്കനട്ട് ഓയിൽ 1 ലിറ്റർ കൊടുക്കുന്നത്? എന്ത് വിലയുള്ള സാധനമാണ് ഒറിജിനൽ കോക്കനട്ട്. അതുകൊണ്ട് നമ്മൾ അതിലുണ്ടാക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ മറിച്ച് കളഞ്ഞു. പിന്നെ അമൃതനോട് ചോദിച്ചു, എനിക്ക് ഞങ്ങൾ എന്തായാലും ഇങ്ങനത്തെ മേടിക്കുന്ന വെച്ച് ഞാനൊന്ന് അത് കൊണ്ടേക്കളാന്ന് പറഞ്ഞാൽ അവളും കൊണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, വെറും അൺഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് നീ കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ടല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു വിട്ടു. ബാക്കിയുള്ള ഞാൻ മറിച്ച് കളയാനാണ് അവള് ചോദിച്ചത്. പക്ഷെ പറ്റില്ല, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ നോർമലായിട്ടുള്ള സാധനമോ അങ്ങനെ. അപ്പോൾ നമ്മൾ തന്നെ കോക്കനട്ട് മേടിച്ചിട്ട്, ഇപ്പം ഞാൻ ലാസ്റ്റ് 100 കിലോയും കൂടി മേടിച്ചു. ഇപ്പോൾ കോക്കനട്ട് മേടിച്ചിട്ട് നമ്മളിപ്പോൾ മാറ്റിച്ചു, അത് പാക്ക് ചെയ്ത് വെക്കണം. ഞാനത് ഇതാവാൻ വേണ്ടി വെച്ചാൽ ആക്ച്വലി കോക്കനട്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് വെയിലത്ത് വെച്ചിട്ട് അതിൽ വെള്ളം പറ്റിക്കണം. പക്ഷെ ഇപ്പോൾ വെയിലില്ലല്ലോ. പക്ഷെ എനിക്ക് തീർന്നു പോയി, എന്ത് ചെയ്യും. പക്ഷെ കേടായി പോകുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബോട്ടിലാക്കിയിട്ട് റെഡിയാക്കി വെക്കും. പിന്നെ ഞാൻ കുക്കിങ്ങിന് എടുക്കുന്നത് അത് തന്നെയാണ്, നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കും. നമ്മുടെ പ്രൊഡക്റ്റിന് എടുക്കുന്ന ഒറിജിനൽ കോക്കനട്ട്, അത് ഞാൻ തന്നെ ഞാൻ അച്ഛനും കൂടി പോയി നിൽക്കും. എനിക്ക് അവിടെയും കൂടി സംശയരോഗിയാണ് ഞാൻ ശരിക്കും പറഞ്ഞു. അവിടെ പോയി നിൽക്കുമ്പോൾ അവരതിൽ മായം ചേർക്കും. ഞാൻ കേട്ടിടത്തോളം അവരങ്ങനെ മായം ചേർക്കും. അപ്പം ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് അവിടെ പോയി നിൽക്കുന്നതാ. ഇത് കണ്ടോ സീൻ, പോയി നിൽക്കുന്ന സീൻ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. വീഡിയോ എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അവിടെ പോയി നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല, നോക്കി നിൽക്കുന്നത് ഒന്നും ചേട്ടന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചുമളുടെ അടുത്ത് പോകാൻ വയ്യ, അത്രയും ദൂരം പോകണ്ടേ, മഴയല്ലേ, അതുകൊണ്ട് മടിയായി. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ചേട്ടൻ്റെ അടുത്ത് പോകും. എന്നിട്ട് തൊട്ടടുത്തുള്ള കുറച്ച് ദൂരമുള്ള അവിടെ പോകും. അവിടെ കുറച്ചും കൂടി നല്ല അന്തരീക്ഷം നിൽക്കാൻ. ഇവിടെ തൊട്ട് മുകളിലാകുമ്പോൾ നമ്മുടെ ടൗണിൽ തന്നെ പോയി തോക്കോൽ നിൽക്കുമ്പോൾ എല്ലാവരും ഇവിടെ എന്തിനാ ഈ തൊട്ട് താഴെ ഒഴിക്കുന്നത്, ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് നോക്കും. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് സ്ഥലത്ത് നിൽക്കും. ആ ചേട്ടൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനവിടെ പോയി കുന്തം പോലെ നോക്കി നിൽക്കുന്നത്. പക്ഷേ പിന്നെ ഞാൻ ഇടയ്ക്ക് ആ ചേട്ടനോട് ചോദിക്കുകയും ചെയ്തു, പിന്നെ ഇതിലൊക്കെ ഒത്തിരി മായം ചേർന്നിട്ടല്ലേ എങ്ങനെ വിൽക്കുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതൊന്നും ആ ചേട്ടൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒട്ടും. എന്നൊക്കെ ചേട്ടനോട് മറുപടി പറഞ്ഞു. അങ്ങനെ എനിവേ നമുക്ക് എന്തായാലും നമ്മൾ പൈസ കൊടുത്തല്ലേ അടിക്കുന്നത്. അപ്പം ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് പോയി നിന്ന് ഇങ്ങനെ നോക്കി നമ്മുടെ ക്യാനിലേക്ക് കോക്കനട്ട് ഇട്ട് ചതച്ച് ചക്കിലാട്ടി കോക്കനട്ട് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ബോട്ടിലാക്കി വെക്കും. ഇപ്പം എനിക്ക് ബാക്കി 50 കിലോ ഇപ്പോൾ ആട്ടിച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അത് എനിക്ക് പാക്കറ്റ് ആക്കണം. അമൃത കൊച്ചിന് എപ്പോഴും വരാൻ പറ്റത്തില്ല, സൺഡേ വരാൻ തോന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അതിന് മുമ്പ് പാക്കാക്കും, ഇല്ലെങ്കിൽ അവളെയും കൂടി കൂട്ടിയിട്ട് സൺഡേ പാക്കാക്കി വെക്കും. കോക്കനട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഇന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ശുദ്ധമായ സാധനത്തിലാണ് വിവാക്സും കോക്കനട്ട് ഓയിൽ, എസൻഷ്യൽ ഓയിൽ, നമ്മുടെ ബോഡി മോയ്സ്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഒരു 10-20 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ച് വേവണം കേട്ടോ. ചേമ്പ് നല്ല വേവുള്ള സാധനമാണേ. എന്നിട്ടൊരു ഫോർക്കും കൊണ്ട് ഇതുപോലെ കുത്തി നോക്കുക, ഒരു സ്പൂണും കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ നന്നായിട്ട് താഴ്ന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ്. അപ്പോൾ അത് വെള്ളം ഊറ്റിയെടുക്കുക, സൂക്ഷിച്ച് വേണേ, നല്ല തിളച്ച വെള്ളമല്ലേ.
എന്താ രുചി എന്നറിയോ? കട്ടൻ ചായയും കൂടി വെക്കണം. ഒന്നെങ്കിൽ കട്ടൻ ചായ അല്ല നമ്മുടെ ഔഷധ കാപ്പി, ഏത് വേണേലും വെക്കാം. കട്ടൻ ചായ ഉണ്ടെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഒരു രക്ഷയില്ലാത്ത രുചിയാണ് കേട്ടോ. നല്ലൊരു എണ്ണ, ഒരു മെഴുകിയ രുചിയാണ്. ചെറുതായിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല. ഇനി വേറെ രീതിയിൽ ചേമ്പ് കുഴച്ച് വിടണമെന്ന് പറയും നമ്മളെ, അത് ഇതിലും രസമാണ് കേട്ടോ. അത് മഞ്ഞൾ ഇടും കേട്ടോ. നമ്മൾ ഇതുപോലെ ഇത് വെക്കുക. എന്നിട്ട് കപ്പ ഉടയ്ക്കുമ്പോൾ നമ്മൾ ഉടയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരെ ചീനച്ചട്ടിയിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിടുക. എന്നിട്ട് എണ്ണയിൽ ഇതിട്ട് കുഴയ്ക്കുക. അത് മഞ്ഞൾ ചേർക്കും കേട്ടോ. എന്ത് രുചിയാണ് അങ്ങനെ കുഴച്ച് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് നല്ല ഒട്ടച്ച് നല്ല മയം വരും. അത് മുഴുവൻ ഉടയ്ക്കണം. എന്നിട്ട് അങ്ങനെ തിന്നണം. ഭയങ്കര രുചിയാണ് മഴക്കാലത്ത്. നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാം കേട്ടോ. നല്ല കറിവേപ്പിലയും ചെറിയുള്ളി മാത്രം മതി. ഇത് നല്ല രുചിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ വയനാട്ടിലെ എല്ലാവരുടെ പറമ്പിലും ഉണ്ട് ചേമ്പ്, കാച്ചിൽ, ചേന. ഇല്ലാത്തവരില്ല. അശ്വിൻ്റെ ഒക്കെ ഇവിടെ തറവാട്ടിൽ നിറച്ചുണ്ട്. അവരെപ്പോഴും തന്നു വിടും കാച്ചിലും അത് ഇതൊക്കെ. അങ്ങനെയാണ്. പിന്നെ എലി കുത്തും, എലി വെട്ടിപ്പോകും. അതാണ് ഒരു പ്രശ്നം വയനാട്ടുകാരെ സംബന്ധിച്ച്. ആരും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ നമ്മളൊക്കെ ഇതിന് മെനക്കെട്ട് ഇറങ്ങണ്ടേ, പണിയുണ്ടെന്ന് ഓർത്തിട്ട് നമ്മളൊക്കെ കടയിൽ നിന്ന് മേടിക്കും. നമ്മളിവിടെയൊക്കെ യൂഷ്വലി കാണാം ഇതുപോലെ ചേമ്പ്, ചേന, കാച്ചിലൊക്കെ. നല്ല രുചിയാണ്. നമ്മൾ എപ്പോൾ കണ്ടാലും അതൊക്കെ മേടിക്കണം. കുറച്ചാണെങ്കിൽ മേടിച്ചിട്ട് കഴിക്കണം. എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആണ്, ഒത്തിരി അങ്ങ് വലിച്ചു വാരി കഴിക്കണ്ട. പക്ഷെ എന്നാലും ഒത്തിരി ഗുണമുള്ള സാധനമാണ്. ഒത്തിരി വിറ്റാമിൻസും ഒക്കെ കിട്ടുന്ന അടിപൊളി സാധനമാണ്. ഇത് നമ്മുടെ ശുദ്ധമായ ചക്കിലാട്ടിയ കോക്കനട്ട് ഓയിലിൽ വിവാക്സ് മിക്സ് ആകുന്ന സീനാണ്. ഇതുപോലെ പല പല സ്റ്റേജുകൾ കഴിഞ്ഞ് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ ബോഡി മോയ്സ്ചർ, വിവാക്സ് ബോഡി മോയ്സ്ചർ ഈ രീതിയിലേക്ക് കിട്ടും. വളരെ നല്ലതാണ് ചുളിവുകൾ പോകാൻ, സ്കിന്ന് നല്ലതായിട്ടിരിക്കാൻ. നിങ്ങൾ എന്തായാലും മേടിച്ച് നോക്കിക്കോളൂ, ഉപയോഗിച്ചോളൂ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിയിലാകെ നമുക്ക് യൂസ് ചെയ്യാം. കയ്യോ കാലോ എവിടെയാണോ നിങ്ങൾക്ക് ചുളിവുകൾ പോകേണ്ടത് ആ ഒരു രീതിയിലേക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. വയറ്, കഴുത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടിപൊളിയാണ്. വിവാക്സും കോക്കനട്ട് ഓയിലുമാണ് മെയിനായിട്ട്. പിന്നെ എസെൻഷ്യൽ ഓയിലുകളുമാണ് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്കും ലിപ് ബാമും. ഇത് കളർ ചേർത്ത ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ ഒരു ലൈറ്റ് കളർ ഞാൻ ഉണ്ടാക്കിയേക്കണെയാണ്. ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള വിവാക്സിൻ്റെ ലിപ് ബാമുണ്ട്. അതും മേടിച്ചോളൂ ചുണ്ടിൻ്റെ ഒക്കെ കെയറിന്. ഇത് നമ്മൾ പുറമേ പോകുമ്പോൾ ഒക്കെ ചെറിയൊരു കളർ തോന്നാൻ വേണ്ടി ലിപ്സ്റ്റിക് ഒഴിവാക്കി നമുക്ക് വിവാക്സിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ലിപ്സ്റ്റിക്ക് ഫുഡ് കളർ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കിയേക്കുന്നതാണ്. അത് വേണ്ടവർ അതും യൂസ് ചെയ്തോളൂ കേട്ടോ. ലൈക്ക് തന്നെ, കമൻറ്റ് തന്നെ മറക്കാതെ വാട്സപ്പിൽ